നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ വൈസർണിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ വിറങ്ങലിച്ച് രാജ്യം. ആക്രമണത്തിൽ മരണം 28. ഇത് ഇന്ത്യക്ക് പൊറുക്കാൻ പറ്റുന്നതല്ല. ദുരന്ത ഭൂമിയിലെ പേടിച്ചു വിരണ്ട ജനങ്ങളുടെ മുഖം തീരാ ദുഃഖമാണ് നമുക്ക് നൽകുന്നത്. അന്ന് പുൽവാമയിൽ CRPF ജവാന്മാരെ കൊന്നൊടുക്കി. ഇന്ന് പഹൽഗാമിൽ സാധാരണ ജനങ്ങളെ. വെറും കാട്ടാളനെന്ന് മാത്രമേ ഈ ഭീകരരെ പറയാൻ കഴിയൂ. അത്രമേൽ സങ്കടം ജനിപ്പിക്കുന്നതാണ് പുറത്തു വരുന്ന വീഡിയോകൾ. ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ, ഭാര്യയെ, മക്കളെ, അങ്ങനെ അവർക്ക് നഷ്ടങ്ങളുടെ കണക്ക് മാത്രം. അവരുടെ കണ്ണീരിന് ഒരു പരിഹാരം മാത്രം: ശക്തമായ തിരിച്ചടി. ശക്തമായ തിരിച്ചടിയാണ് മരിച്ചവർക്ക് നൽകാവുന്ന ആദരം. ഇന്ത്യ അതിനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ബാലക്കോട്ടിൽ നടന്നത് പാകിസ്ഥാൻ മറന്നു കാണും. അതുപോലൊരു തിരിച്ചടി പാകിസ്ഥാന് താങ്ങാനാവുമോ? പേടിച്ച് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഈ യുദ്ധത്തിൽ അമേരിക്കയും റഷ്യയും സൗദിയും ഇസ്രായേലും എല്ലാം ഇന്ത്യക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ആഗോള സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ 28ലധികം നിരപരാധികളായ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കി. ഇത് ഇന്ത്യക്ക് സഹിക്കാൻ കഴിയില്ല. അടിക്ക് തിരിച്ചടി തന്നെ. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയാണ്. കശ്മീരിൽ നിന്നുള്ള വാർത്തകൾ വളരെയധികം അസ്വസ്ഥത ഉളവാക്കുന്നതാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ അമേരിക്ക ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ജനതയ്ക്കും പൂർണ്ണ പിന്തുണയുണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ആക്രമണത്തെ അദ്ദേഹം ശക്തമായി അപലപിക്കുകയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തു. ഇത് ട്രംപിന്റെ വാക്ക്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അനുശോചനമറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്തെത്തിയിരുന്നു. റഷ്യ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആക്രമണത്തെ ഇതൊരു ന്യായീകരണവുമില്ലാത്ത ക്രൂരമായ കുറ്റകൃത്യമാണെന്ന് വിശേഷിപ്പിച്ചു. ഭീകരതയെ ചെറുക്കുന്നതിൽ ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള റഷ്യയുടെ പ്രതിബദ്ധത പുടിൻ ആവർത്തിച്ചു. തീർന്നില്ല, സൗദിയും UAEയും എല്ലാം ഇന്ത്യക്കൊപ്പമുണ്ട്. തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നവർ ദൃക്സാക്ഷികൾ കണ്ണീരോടെ പറയുന്ന വാക്കുകൾ കേൾക്കണം. ഹിന്ദുക്കളാണ് എന്ന് ഉറപ്പുവരുത്തിയാണ് അവരെ ആക്രമിച്ചത്. ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണിത്. ഇനിയും തീവ്രവാദത്തിന് മതമില്ലേ? നിങ്ങൾ പറയൂ. ഇന്ത്യയിൽ നിന്ന് ശക്തമായ തിരിച്ചടി പ്രതീക്ഷിച്ച് പേടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ നിരീക്ഷണ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനായി അവരുടെ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് സജീവമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ പാകിസ്ഥാൻ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ അധികൃതർ വിവിധ നടപടികൾ പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അണിയറയിൽ പാകിസ്ഥാനെതിരെ വമ്പൻ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ ഒരുക്കുന്നത്. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.